പ്രധാന വഴിപാടിലൊന്നാണ് ഇവിടുത്തെ മീനൂട്ട്. ഈ അരിമ്പാറ പോലത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ വരുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും പോകും. എല്ലാവർക്കും നമസ്കാരം. ഐതിഹ്യത്തിലെ പെരുമ കൊണ്ടും ആചാരപ്പഴമ കൊണ്ടും ഏറ്റവും പ്രസിദ്ധമായ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ ഒരുപാട് വിശ്വാസികളാണ് ഓരോ ദിവസവും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മീനൂട്ട്. മീനൂട്ട് എന്താണെന്ന് അറിയണ്ടേ? അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ശരിക്കും ഇവിടെ ഒരു പ്രധാന വഴിപാടിലൊന്നാണ് ഇവിടുത്തെ മീനൂട്ട്. ഇവിടുത്തെ ഈ ഒരു കുളത്തിലെ, ഈ ക്ഷേത്രക്കുളത്തിലെ മീനുകൾക്ക് തിരുമക്കളെന്നാണ് അറിയപ്പെടുന്നത്. ഈ മീനുകൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന കപ്പലണ്ടിയാണ് ശരിക്കും ഇവരൊക്കെ കൊത്തിപ്പറിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ മീനുകൾക്ക് പൊരി, കപ്പലണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ചത് ആ കാര്യം ഭഗവാൻ സാധിച്ചു തരുമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ ഇവർക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ്, മീനുകളുടെ അടുത്തേക്ക് പോവുകയാണ്. ഇവരിങ്ങനെ എന്നെ വിടാൻ ഉദ്ദേശമില്ല. ഇപ്പോൾ നമ്മുടെ തിരുമക്കളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഈ മീനുകളൊക്കെ തന്നെ ശരിക്കും നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ കയ്യിൽ പൊരി ആവട്ടെ, കപ്പലണ്ടി ആവട്ടെ, എന്താണെങ്കിലും കൊടുക്കാൻ നേരത്ത് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. കണ്ടോ, ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ വന്ന് മീനൊക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോവാണ്. പ്രാവുകളും ഒപ്പം വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 10 കിലോ വരെ വരുന്ന മീനുകളുണ്ടെന്നാണ് പറയുന്നത്. നമുക്കിവിടെ തന്നെ കാണുമ്പോൾ അറിയാം, വലിയ മീനുകളാണ്. 10,000-കണക്കിന് മീനുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു കുളത്തിലുള്ളത്. തിരുമക്കളാണ്, അതായത് ഭഗവാന്റെ മക്കളാണ്, ഭഗവാന്റെ കളിക്കൂട്ടുകാരാണ്, ഭഗവാന്റെ മക്കളാണ് എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇത്രയും വലിയ മീനുകൾ, കാലാകാലങ്ങളായി ഇവിടെ കിടക്കുന്ന വലിയ മീനുകളാണിത്. നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നേർച്ച എന്ന് പറയുന്നത്, നമ്മുടെ ദേഹത്തൊക്കെ ചെറുതായിട്ട് ഈ അരിമ്പാറ അങ്ങനത്തുള്ള ചെറിയ ഹെഡ്സൊക്കെ വരാറുണ്ടല്ലോ. ഈ ഹെഡ്സൊക്കെ പോകും, അല്ലെങ്കിൽ ഈ അരിമ്പാറ പോലത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ വരുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും പോകും. നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഭഗവാൻ ഇങ്ങനെ പൊരിയോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് പോകും എന്നൊരു വിശ്വാസമുണ്ട്. അടുത്തടുത്ത് വരികയാണ് കേട്ടോ. ഇവരൊക്കെ ഒന്ന് ഇണങ്ങി വരുന്നത് വലിയ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഏകദേശം 10-15 കിലോയോളം ഭാരം വരുന്ന മീനുകളാണിതെല്ലാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെ വന്ന് കുറേ സമയം ഇങ്ങനെ ചിലവഴിക്കും. ഒരുപാട് നേരം ഈ മത്സ്യങ്ങളോടൊപ്പം തന്നെ ചിലവഴിക്കും. വലിയ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ശരിക്കും. നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഈ തടാകം ശരിക്കും പറഞ്ഞാൽ കറുത്ത് കിടക്കുന്നതായിട്ടാണ്. കാരണം ഈ മീനുകളെ കൊണ്ട് ഇങ്ങനെ ഞെരുങ്ങിയിട്ട് ഈ ഒരു ആറ് ഇങ്ങനെ കറുത്ത് കിടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവരിങ്ങനെ ഞെരുങ്ങിയാണ് ഇവിടെ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. അത് തന്നെ വലിയ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്നൊന്നും ആരും മീനൊന്നും പിടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് മുമ്പ്. അതൊക്കെ തന്നെ വലിയ രീതിയിൽ ഫലം കണ്ടിട്ടുണ്ട്, മോശമായ രീതിയിൽ തന്നെ. കാരണം ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റെ തിരുമക്കളാണ്. ഈ മക്കളെ ഒന്നും ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാനൊന്നും യാതൊരു അനുവാദവും ഇല്ല. അതിൻ്റെ റിസൾട്ടൊക്കെ പലർക്കും കിട്ടിയിട്ടുള്ളതാണെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. ഇവിടുത്തെ ഒരു കടയിലെ ചേട്ടനാണ്, മുരുകൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടാ, കുറേ വർഷങ്ങളായില്ലേ ഇവിടെ? 2 വർഷമായി. അപ്പോൾ നമ്മുടെ മീനൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്?
മീനൂട്ടൊന്ന് സ്കിന്നിൻ്റെ പുറത്ത് എന്തോ ഉണ്ടെങ്കിലും മാറിക്കിട്ടും. പിന്നെ അരിമ്പാറ ഇതിനൊക്കെ. പിന്നെ നമുക്ക് കുട്ടികളില്ലാത്തവർ അങ്ങനെ വന്ന് ഇത് തലയ്ക്ക് വാരി ഒഴിഞ്ഞ് ഇട്ട് കൊടുക്കും 3 ട്രിപ്പ്. ഇതാണ് മീനൂട്ടിന് വേണ്ടി മീനൂട്ട് നേർച്ചയുടെ. അപ്പോൾ ഇതിനകത്ത് കപ്പലണ്ടിയും എന്തൊക്കെയുള്ളത്? കപ്പലണ്ടിയും കടലയും പൊരിയും അരിയും ഉണ്ട്. പിന്നെ പൂക്കളുണ്ടല്ലേ? പൂക്കളും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നേർച്ച. ശരിക്കും അരിയും അതോടൊപ്പം തന്നെ മലര്, അതോടൊപ്പം കപ്പലണ്ടി, കടല ഇതൊക്കെ ചേർത്ത് പൂക്കളുമായിട്ടുള്ള ഒരു നേർച്ചയാണ്. ഈ നേർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഭഗവാന് നമ്മുടെ സ്കിന്ന് സംബന്ധമായിട്ടുള്ള തൊട്ട് സംബന്ധമായിട്ടുള്ള അരിമ്പാറയോ അല്ലെങ്കിൽ ചെറിയ കുരുപ്പുകളോ കുരിപ്പുറത്ത് രോഗങ്ങളോ തന്നെ മാറാനുള്ള ഒരു നേർച്ചയാണ്. 50 രൂപയാണ് ഈ നേർച്ച ഇവിടെ നടത്തുന്നത്. ഇതൊക്കെ തന്നെ കാലാകാലങ്ങളായി മാറി കിട്ടുന്നവരും മാറാനുള്ളവരും ഒക്കെ തന്നെ ഇവിടെ വന്ന് ഇത്തരം നേർച്ചയൊക്കെ നടത്താറുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ ഇത്തരം മത്സ്യങ്ങളൊക്കെ ക്ഷേത്രക്കുളത്തിലാണ് വളർത്താറുള്ളത്. പക്ഷേ ഇത് ക്ഷേത്രക്കുളമല്ല, ഇത് കുളത്തു പുഴയാണ്. ഈ പുഴയിലാണ് ശരിക്കും ഇത്രയും മീനുകളുള്ളത്, ഇത്രയും മത്സ്യങ്ങളുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. ഈ മത്സ്യങ്ങളൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ഇത്രയധികം കാണുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചതും. ക്യാമറമാൻ ബിബിൻ വേണുവിനോടൊപ്പം ബിലു അനിത്സൻ, വിസ്മയ ന്യൂസ്.